നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ 25ാം ചരമവാർഷിക ദിനത്തിൽ സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരം ആരംഭിച്ചു. ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം PACS അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ദീപക് നിർവഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നന്ദി പ്രകാശന യാത്രയ്ക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി, പല്ലാരിമംഗലം പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്കിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ ധർണ KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായക് PK സന്തോഷ് കുമാറിന്റെ 25ാം ചരമവാർഷിക ദിനത്തിൽ സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. ത്രിതല പഞ്ചായത്തുകൾ, NCC, സേവാഭാരതി, പൂർവ്വ സൈനിക പരിഷത്ത്, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലാൻസ് നായക് PK സന്തോഷ് കുമാറിന്റെ 25ാമത് ചരമവാർഷികം ആചരിച്ചത്. വെട്ടിമറ്റത്തുള്ള സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ 25ാം ചരമവാർഷിക ദിനത്തിൽ സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. ത്രിതല പഞ്ചായത്തുകൾ, NCC, സേവാഭാരതി, പൂർവ്വ സൈനിക പരിഷത്ത്, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വെട്ടിമറ്റം സ്വദേശി ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ 25ാമത് ചരമവാർഷികം ആചരിച്ചത്. വെട്ടിമറ്റത്തുള്ള സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, അംഗങ്ങളായ KS ജോൺ, ടെസിമോൾ മാത്യു, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു, മെമ്പർ ലാലി ജോസി, M. മോനിച്ചൻ, സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ നായർ, നാഗാർജുന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ CS കൃഷ്ണകുമാർ, C. രാജേഷ്, KB രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ധീരരക്തസാക്ഷി PK സന്തോഷ് കുമാറിന്റെ പിതാവ് പത്മനാഭപിള്ള, പത്നി പ്രിയ, മകൻ അർജുൻ, സഹോദരൻ പ്രസാദ് TP തുടങ്ങിയവർ പങ്കെടുത്തു. അനുസ്മരണ ചടങ്ങിൽ ന്യൂമാൻ കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീർ C. മാത്യു അനുസ്മരണ സന്ദേശം നൽകി. നമ്മളെല്ലാം രാജ്യസ്നേഹം എന്ന് വളരെ പ്രഘോഷിക്കുന്നവരാണ്. ഇവിടെ വന്ന് നിൽക്കുന്ന ഈ അവസരം പോലും വലിയൊരു ത്യാഗമായിട്ട് കരുതുന്നവരാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുവാനായിട്ട് മണിക്കൂറുകൾ, ദിവസങ്ങൾ ട്രെഞ്ചിൽ പതിയിരിക്കുന്ന ശത്രുവിനെ നേരിടുന്ന നമ്മുടെ ജവാന്മാർ, അവരെ നമ്മൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ആദരിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളിലേക്ക്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കേഡറ്റ്സ് ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞത് ഞങ്ങളുടെ 108 കേഡറ്റ്സ് ഇവിടെ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ചെറിയൊരു കാര്യമല്ല. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുടുംബം മുഴുവൻ ചെയ്തിരിക്കുന്ന ഈ ത്യാഗം നമ്മുടെ നാട്ടിൽ അപൂർവമാണെങ്കിലും ഇത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ സ്റ്റേറ്റ്സിലും, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ഇങ്ങനെ ആളുകൾ രാജ്യത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഇതിലെനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് സ്വർഗീയ PK സന്തോഷ് കുമാർ എന്നാണ്. അത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു സ്വർഗം നേടുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജവാൻ അദ്ദേഹത്തിൻ്റെ ജീവൻ രാജ്യത്തിന് വേണ്ടി ഹോമിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഈ പിതാവിനെ, ഇങ്ങനെ ഒരു പുണ്യമനുഷ്യനെ ഈ ഭൂമിക്ക് പ്രദാനം ചെയ്ത പിതാവിനെ, മാതാവിനെ, അദ്ദേഹത്തിൻ്റെ വത്സല പുത്രനെ, പത്നിയെ എല്ലാം ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു.
ജോസി വേളാശ്ശേരി സ്വാഗതവും ജനറൽ കൺവീനർ തോമസ് കുഴിഞ്ഞാലിൽ നന്ദിയും അർപ്പിച്ചു. ന്യൂമാൻ NCC സീനിയർ ഓഫീസർ ആദർശേസ്, അണ്ടർ ഓഫീസർ രാധിക MR എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. സന്ദേശം നൽകും. ന്യൂസ് ബ്യൂറോ, വെട്ടിമറ്റം. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ രൂപം കൊണ്ട കുഴി ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇതിനോടകം ഇവിടെ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ മനോജ് കോക്കാട്ട് ആവശ്യപ്പെട്ടു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ രൂപം കൊണ്ട കുഴി ഇരുചക്രവാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. നിരവധി ഇരുചക്രവാഹനങ്ങൾ ഇതിനോടകം ഇവിടെ അപകടത്തിൽപ്പെട്ട യാത്രികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വളവിനോട് ചേർന്ന് കുഴി രൂപപ്പെട്ടതിനാൽ വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ കുഴി കാണൂ. കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ മനോജ് കോക്കാട്ട് ആവശ്യപ്പെട്ടു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. PWD ഉദ്യോഗസ്ഥർ റെഡിമിക്സ് ഉപയോഗിച്ച് ഇത് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. നിരവധിയായിട്ടുള്ള യാത്രികരാണ് ടേൺ ചെയ്ത് വരുമ്പോൾ ഈ ഗർത്തത്തിൽ വീണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. നിരവധി ആളുകളുടെ കൈകാലുകൾ ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇത് നിമിത്തം ഉണ്ടായി. ഈ ഗട്ടർ അടുത്ത് വരുമ്പോഴാണ് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് PWD ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് അവർ ചെറിയ ഇടപെടൽ ഉണ്ടായാൽ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. റെഡിമിക്സ് ഇട്ട് ഈ ഗർത്തം ഫില്ല് ചെയ്യണമെന്ന് ജനപക്ഷം ആവശ്യം ഉന്നയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരം ആരംഭിച്ചു. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡ് ബാങ്കായ തൊടുപുഴ SBIയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ബാങ്കുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വായ്പ നിഷേധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന സമീപനവും സ്വീകരിച്ചു പോരുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള ധർമ്മസമരങ്ങൾ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച നമ്മുടെ പ്രിയങ്കരനായ മുൻ MP തോമസ് ഞാൻ ആദരവോടെ സ്വാഗതം. ഇവിടെ ശ്രീ ഫ്രാൻസിസ് ചൂണ്ടിക്കാണിച്ച്
നിരവധിയായ പോരായ്മകൾ. ആ പോരായ്മകൾ നമ്മുടെ നമ്മുടെ യുവതലമുറയെ, വിദ്യാർത്ഥി സമൂഹത്തെ ഏറെ ദോഷകരമായി ബാധിക്കും എന്നുള്ള പ്രതിഷേധകരമായ സാഹചര്യമാണ് അധികാരിവർഗം കാണേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ മാത്യു കെ ജോൺ, അരുൺ പൂച്ചക്കുഴി, സോയിമോൻ സണ്ണി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ്, ബിബിൻ ഈട്ടിക്കൻ, അൻഷൽ കുളമാവ്, ഷാരി ബിനു ശങ്കർ, ജില്ലാ ഭാരവാഹികളായ ഷാനു ഷാഹുൽ, ഫൈസൽ ടി എസ്, മനോജ് രാജൻ, മുനീർ സി എം, മുകേഷ് മോഹൻ, മനു സി എൽ, ബിബിൻ അഗസ്റ്റിൻ, വിഷ്ണു കോട്ടപ്പുറം, റമീസ് കൂരാപ്പള്ളി, അസംബ്ലി പ്രസിഡന്റുമാരായ ബിലാൽ സമദ്, ആൽബിൻ മണ്ണഞ്ചേരിൽ, KSU ഭാരവാഹികളായ നിതിൻ ലൂക്കോസ്, ജിതിൻ തോമസ്, ജോസുകുട്ടി ജോസ്, കോൺഗ്രസ് നേതാക്കളായ മനോജ് കോക്കാട്ട്, CP കൃഷ്ണൻ, NI ബെന്നി, VE താജുദ്ദീൻ, TJ പീറ്റർ, സാജൻ ചിമ്മിനിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം ഇടുക്കി ചെറുകിട വ്യവസായ സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പ്രാഥമിക സഹകരണ സംഘം പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ദീപക് നിർവഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷത്തിന്റെ തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം ഇടുക്കി ചെറുകിട വ്യവസായ സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. PACS അസോസിയേഷൻ പ്രസിഡന്റ് K. ദീപക് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല രൂപം കണ്ടപ്പോൾ മുതൽ നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1914 കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടതാണ്. അന്നു മുതൽ ഇങ്ങോട്ട് ഈ മേഖലയിൽ ഓരോ പടിപടിയായി ഉയർന്ന സഹകരണ പ്രസ്ഥാനം, അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ മാതൃകയായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധിയായ കർഷകർ 1914 മുതൽ ചെറിയ കർഷകരും കൃഷിക്കാർ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാമ്പത്തികം സ്വരുക്കൂട്ടിയ ആളുകൾ അത് ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ച് ഓരോ സഹകരണ സംഘങ്ങൾ പുതിയതായി വന്ന് ആ മേഖലയിൽ ആ സംഘം ആ നാട്ടിലെ ജനങ്ങൾക്കും കർഷകർക്കും ഒക്കെ ഏറെ പ്രയോജനകരമായ രീതിയിലേക്ക് മാറി. അങ്ങനെ ഇന്ന് ഈ പ്രസ്ഥാനം വലിയ ഒരു സാധാരണക്കാരുടെയും കർഷകരുടെയും ഒക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം, സഹകരണ മേഖലയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളെ ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ഇന്ദു സുധാകരൻ, ടോമി കാവാലം, MT ജോണി, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രൻ K, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു എന്നിവർ ആശംസ നേർന്നു. തുടർന്ന് നടന്ന പരിശീലന ക്ലാസ് തൊടുപുഴ ഓഡിറ്റ് ഓഫീസിലെ സീനിയർ ഓഡിറ്റർ സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ UM ഷാജിയും, ദേവികുളം ഓഡിറ്റ് ഓഫീസ് ജൂനിയർ ഓഡിറ്റർ സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ റഫീഖ് KB എന്നിവർ നയിച്ചു. തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ VN ഗീത സ്വാഗതവും തൊടുപുഴ സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ KP സുനിത കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആന ഉടമകൾക്ക് ഉടമസ്ഥാവകാശം നൽകരുതെന്നും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ആനസവാരി പോലുള്ള റൈഡുകൾ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന ഏതാനും സംഘടനകൾ ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനം ആരോപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് G. കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് S. രാജാറാം, ജോർജ് തോമസ്, ബിജു മാത്യു, മാനുവൽ ഇമ്മാനുവൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ആന സവാരി കേന്ദ്രങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനാവശ്യമായ നിയമപരമായ ഒരു പരിരക്ഷ കേരളത്തിലെ ഗവൺമെന്റ് ഉറപ്പാക്കണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിരോധിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ പറയേണ്ടി വരുന്ന ആവശ്യം ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ ആനയിൽ നിന്ന് ഒരു അപകടം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല കോടതിയുടെ ഉത്തരവിൽ അപകടം ഉണ്ടായതുകൊണ്ട് നിർത്തണമെന്നല്ല, പകരം ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആനകൾ മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാവൂ എന്നതാണ് നിയമം. മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ വിരലിലെണ്ണാവുന്നതിൽ താഴെ ആനകൾ മാത്രമാണ് അത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ ഓണർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട്
ഈ പറയപ്പെടുന്ന ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് ഇടുക്കി ജില്ലയിലെ അനധികൃതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആനസവാരി കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനകളും ചില ആളുകളും അവരാണ് കേരളത്തിലെ ആനകൾക്ക് ഓണർഷിപ്പ് നൽകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസും നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ഭാഗത്തു കൂടി ഈ റൈഡ് നടത്താൻ പാടില്ല എന്ന സമീപനം സ്വീകരിക്കുകയും റൈഡ് നടത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണമായി കാട്ടുന്ന ആനയ്ക്ക് ഓണർഷിപ്പ് ഇല്ലാത്തത് മൂലം ലഭ്യമാകാത്ത ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ആണ് എന്ന് പറയുകയും മറുഭാഗത്ത് ഒരു കാരണവശാലും ആന ഉടമകൾക്ക് ഉടമസ്ഥാവകാശം നൽകുക സാധ്യമല്ല എന്ന് കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. വ്യാപാരി സമൂഹത്തിന്റെ പങ്കാളിത്തവും സഹകരണവും ദേശത്തിന്റെ വളർച്ചയ്ക്ക് വിലമതിക്കുവാനാവാത്ത സംഭാവനയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴത്തോപ്പ് പഞ്ചായത്ത് തടിയമ്പാടി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ വാണിജ്യ കേന്ദ്രമായ തടിയമ്പാട് ടൗണിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. തടിയമ്പാട് ടൗണിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന നിലയിൽ ഒരു പ്രവർത്തനത്തിന് തുടക്കം കൊടുക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. ഇത് കാണേണ്ട ഒരു പ്രധാന കാര്യം, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ നല്ലവണ്ണം ഇതിനോട് സഹകരിക്കുക. ഒരു ടൗൺഷിപ്പിൻ്റെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ഘടകം വ്യാപാര സ്ഥാപനങ്ങളാണ്. അവരുടെ മുഖ്യമായ പങ്കാളിത്തവും സഹകരണവും നമ്മുടെ പ്രദേശത്തെ പൊതുവിലുള്ള എല്ലാ മാറ്റങ്ങൾക്കും എന്നും നമുക്ക് വിലമതിക്കാനാവാത്ത നിലയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ CG ചാക്കോ, നിമ്മി ജയൻ, പ്രഭാ തങ്കച്ചൻ, TC നൌഷാദ്, രാജു ജോസഫ്, വാഴത്തോപ്പ് ബാങ്ക് പ്രസിഡന്റ് PK വിജയൻ, CPM ഏരിയ സെക്രട്ടറി PB സതീഷ്, സനോജ് വള്ളാടി, സണ്ണി ഇല്ലിക്കൽ, MV ബേബി, ജേക്കബ് പിണക്കാട്ട് എന്നിവർ ആശംസ നേർന്നു. വാഴത്തോപ്പ് പഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ് സ്വാഗതവും സെക്രട്ടറി SP വിനുകുമാർ നന്ദിയും രേഖപ്പെടുത്തി. നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് പഞ്ചായത്തിലെ UDF നേതൃത്വം വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നന്ദി പ്രകാശന യാത്രയ്ക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി, പല്ലാരിമംഗലം പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി. വിവിധ യോഗങ്ങളിൽ UDF നേതാക്കൾ നേതൃത്വം നൽകി. ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് ഉജ്ജ്വല വിജയം നേടിയ ഡീൻ കുര്യാക്കോസ് MP നടത്തിയ നന്ദി പ്രകാശന യാത്രയ്ക്ക് വാരപ്പെട്ടി, പല്ലാരിമംഗലം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വാരപ്പെട്ടിയിൽ നടന്ന സ്വീകരണ പരിപാടികളിൽ KP ബാബു, PK ചന്ദ്രശേഖരൻ നായർ, ഷമീർ പനക്കൽ, PS നജീബ്, നിസാർ ഈറക്കൽ, മാത്യു A കൊറ്റം, എൽദോസ് കീച്ചേരി, നസീർ മുല്ലശ്ശേരി, ശ്രീകാന്ത് എളങ്ങവം, നോബി കൊറ്റം, ഡയാന നോബി, ബിന്ദു ശശി, KK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പല്ലാരിമംഗലം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ പരിപാടികളിൽ ഇബ്രാഹിം കവല, MM അലിയാർ, KM അബ്ബാസ്, KJ ബോബൻ, നസീർ മുല്ലശ്ശേരി, അമീൻ തടത്തിക്കുന്നിൽ, KK അഷ്റഫ്, നിലാർ കുന്നേക്കുടി, KM മുഹമ്മദ്, മക്കാർ കുറിഞ്ഞിലിക്കാട്ട്, അബി ഈട്ടിപ്പാറ, ഷൌക്കത്ത് MP, KE കാസിം, അലി അൾട്ടിമ, ഷാഫി മംഗലത്ത്, ലത്തീഫ് കൊളത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലത്തും പല്ലാരിമംഗലത്തും എല്ലാം രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ചുവടുവെക്കാം. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം അണിനിരക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നാടിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി ജനപ്രതിനിധിയായും അതോടൊപ്പം പൊതുപ്രവർത്തകനായും ഒക്കെയും നിങ്ങളോടൊത്ത് എന്നും ഞാൻ ഉണ്ടായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നൽകിയ സ്വീകരണത്തിന് ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി ഹൃദയോഷ്മളമായ സ്വീകരണം നൽകിയ നിങ്ങളെല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്കിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടന്ന യോഗം KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായിരുന്നു.
കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ മാസം 30, 31 തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്കിന് മുന്നോടിയായാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC എക്സിക്യൂട്ടീവ് അംഗം ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു മന്ത്രി വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. തികച്ചും ന്യായവും നീതിയുക്തവുമായ കാര്യങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ച് ഉണ്ടാക്കിയ വ്യവസ്ഥകൾ, മന്ത്രി ഉറപ്പു പറഞ്ഞ പ്രഖ്യാപനങ്ങൾ അത് പാലിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റും സെൻട്രൽ ഡിപ്പാർട്ട്മെന്റും തയ്യാറാകുന്നില്ല എന്ന ഗൗരവപൂർവമായ പ്രശ്നത്തിനാണ് നമ്മൾ ഇത്തരത്തിൽ സമര പരിപാടികൾ നടത്തുന്നത്. ഈ സമരം പെട്ടെന്ന് കാണുന്ന ആളുകൾക്ക് തോന്നും ഈ ഇരിക്കുന്ന 10-40 പേർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ സമരത്തെ ഒത്തുകൊടുക്കുന്ന, ഈ സമരത്തെ സഹായിക്കാത്ത, സഹകരിക്കാത്ത ആളുകൾക്ക് കൂടി വേണ്ടിയുള്ള സമര പരിപാടികളാണ്. നമ്മുടെ DCCയുടെ ജനറൽ സെക്രട്ടറി NGO അസോസിയേഷൻ വന്നത് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് എല്ലാ കേന്ദ്രങ്ങളിലും സമരം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ സമരത്തെ പിന്നോട്ട് വലിക്കുവാനും ഈ സമരത്തെ നിരുത്സാഹപ്പെടുത്തുവാനും ഈ സമരത്തിൽ പങ്കെടുക്കുക എന്ന് ആഹ്വാനം ചെയ്യുവാനും സമയം കണ്ടെത്തിയിട്ടുള്ള, ഇന്ന് പ്രവൃത്തി ദിനമായി കണ്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന അകത്തുള്ള ആളുകൾക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ് ഇവിടെ ഈ കേരളത്തിൽ. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KV അനൂപ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം 2B ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. DCC സെക്രട്ടറി MD അർജുനൻ, കേരള ബാങ്ക് എംപ്ലോയീസ് ജില്ലാ പ്രസിഡന്റ് AP ബേബി, ജോസഫ് കുര്യൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള പാലിയേറ്റീവ് കെയർ പഠിക്കുവാനായി ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള 12 അംഗ സംഘം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പാലിയേറ്റീവ് കെയർ പരിശീലന കേന്ദ്രത്തിൽ എത്തി. 10 ദിവസത്തെ പാലിയേറ്റീവ് കെയർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുവാനാണ് ഈ സംഘം എത്തിയിട്ടുള്ളത്. സംസ്ഥാന ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു വെള്ളിയാഴ്ച സന്ദർശനം നടത്തി. കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള പാലിയേറ്റീവ് കെയർ പഠിക്കുവാനായി ഛത്തീസ്ഗഡിൽ നിന്നും 12 അംഗ സംഘം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പാലിയേറ്റീവ് കെയർ പരിശീലന കേന്ദ്രത്തിലെത്തി. 10 ദിവസത്തെ പാലിയേറ്റീവ് കെയർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുവാനാണ് ഈ സംഘം എത്തിയിട്ടുള്ളത്. 10 ഡോക്ടറും 2 സ്റ്റാഫ് നഴ്സും അടങ്ങിയിട്ടുള്ള സംഘം നാഷണൽ ആയുഷ് മിഷൻ പദ്ധതി വഴിയാണ് ഇവിടെ എത്തിയത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് G റാവു നിർവഹിച്ചു. ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി ആയുർവേദ പാലിയേറ്റീവ് കെയർ തുടങ്ങിയ ജില്ലയാണ് ഇടുക്കി. അലോപ്പതി, ആയുർവേദ, ഹോമിയോ, പാലിയേറ്റീവ് കെയർ മേഖലയിൽ കേരളത്തിന് തന്നെ മാതൃകാകരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ജില്ലയായതിനാലാണ് പരിശീലന കേന്ദ്രമായി ജില്ലാ ആശുപത്രി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് ജില്ലാ പരിശീലന കേന്ദ്രത്തെ ഇവർ പരിശീലന കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. 5 ദിവസത്തെ തിയറി പരിശീലനം, 5 ദിവസത്തെ ഹോം കെയർ പരിശീലനവുമാണ് ഇവർക്കായി നടത്തുന്നത്. ആദ്യമായാണ് മറ്റു സംസ്ഥാനത്തിൽ നിന്നുമുള്ള ആയുർവേദ സംഘം പാലിയേറ്റീവ് കെയർ 10 ദിവസത്തെ കോഴ്സ് ചെയ്യുവാനായി എത്തിയിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഇവിടുത്തെ പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ഇവർക്ക് 10 ദിവസത്തെ പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടിയുടെ ഭാഗമായി പാലിയേറ്റീവ് കെയറിൻ്റെ വിവിധ സബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഹോം വിസിറ്റിൽ രോഗികളെ നേരിട്ട് വീടുകളിൽ കാണാനുള്ള അവസരവും അതുപോലെ കെയർ ഹോംസിലും പോയി കാണുവാനുള്ള അവസരമൊക്കെ ഇവർക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തെ പറ്റി ക്ലിയറായിട്ട് മനസ്സിലാക്കി ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടെ ഇതുവരെയുള്ള പ്രോഗ്രാം അവിടെയുള്ള കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി ആരംഭിക്കുവാനാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സംസ്ഥാന ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു വെള്ളിയാഴ്ച സന്ദർശനം നടത്തി. കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ട് ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിന്റെ മാനവവിഭവശേഷിയുടെ ക്വാളിറ്റി, നമ്മുടെ കൊടുക്കുന്ന പൊതുജനങ്ങൾക്കായി കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി വളരെ ലോകശ്രദ്ധ നേടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ K ജയനാരായണൻ, പാലിയേറ്റീവ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ മാത്യൂസ് നമ്പേലിൽ, ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോർജ് മാത്യു, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി PN, പാലിയേറ്റീവ് കെയർ പരിശീലന കേന്ദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രീതി CJ, തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PC ഷീല, റിട്ടയർഡ് സീനിയർ ആയുർവേദ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR സുരേഷ്,
നാഷണൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീധരൻ സുബ്രഹ്മണ്യൻ, പാലിയേറ്റീവ് കെയർ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്ററും പരിശീലന പരിപാടിയുടെ കോർഡിനേറ്ററുമായ സിജോ വിജയൻ, ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ വിജിത, ഡോക്ടർ സൗമിനി, പാലിയേറ്റീവ് കെയർ സീനിയർ നഴ്സിംഗ് ഓഫീസർ ഷൈല കേസ്, നഴ്സിംഗ് ഓഫീസർ ഷീമോൾ, നാഷണൽ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ കാവ്യ, ഡോക്ടർ ഹരിത, പാലിയേറ്റീവ് കെയർ പരിശീലന കേന്ദ്രം നഴ്സുമാരായ ജോസ്മി ലൂക്കോസ്, സീമോൾ ഐസക്, ലിറ്റി ബാബു, ആൻസി ബേബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വരാരപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെല്ലിമറ്റം സെന്റ് ജോസഫ് UPS ഹെഡ്മാസ്റ്ററും നാടക രചയിതാവുമായ വിനു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വരാരപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെല്ലിമറ്റം സെന്റ് ജോസഫ് UPS ഹെഡ്മാസ്റ്ററും നാടക രചയിതാവുമായ വിനു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെടികൾക്ക് വെള്ളവും വളവും നൽകി പരിചരിച്ചുകൊണ്ട് നിർവഹിച്ച ഉദ്ഘാടന ചടങ്ങ് ആകർഷകമായി. PTA പ്രസിഡന്റ് ബേബി ജോസഫ്, MPTA പ്രസിഡന്റ് പ്രിയ പ്രമോദ് എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ് മിസ്ട്രസ് ഷിബിമോൾ ജോസഫ് ക്ലബ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയാ പൂമഴയായി പൊന്നോമന കിന്നാരം, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം, ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം, ഈ പുഞ്ചിരിതൻ പാൽക്കടലിൽ ഞാൻ ആലില പൂന്തോണി, ഒന്നു വന്നു കൂട്ടിരുന്നു ഒന്നു മിണ്ടിയില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും നിർധന കുടുംബങ്ങളുടെയും ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏകദിന റിലേ ഉപവാസ സമരം 6ാം ദിവസത്തിലും ശക്തം. മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6ാം ദിവസം നടന്ന ഏകദിന റിലേ ഉപവാസ സമരം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മണ്ഡലത്തിലെ ഒരു CHSയുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കാത്ത MLA എന്തിനാണ് നിയമസഭയിൽ പോയിരിക്കുന്നതെന്നും ജോയി വെട്ടിക്കുഴി ചോദിച്ചു. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും നിർധന കുടുംബങ്ങളുടെയും ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏകദിന റിലേ ഉപവാസ സമരം 6ാം ദിനത്തിലും ശക്തം. തോട്ടം മേഖലയിലെ തൊഴിലാളികൾ അടക്കമുള്ള നിർധനരായവരുടെ ആതുര സേവന രംഗത്തെ ഏക ആശ്രയമായ വണ്ടിപ്പെരിയാർ CHSയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനങ്ങൾ, കിടത്തി ചികിത്സ, അടിസ്ഥാന സൗകര്യക്കുറവുകൾ എന്നിവ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ CHSക്ക് മുൻപിൽ ആരംഭിച്ച ഏകദിന റിലേ ഉപവാസ സമരം 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സമരസാന്നിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു 6ാം ദിന റിലേ നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ് അധ്യക്ഷയായിരുന്ന ഏകദിന റിലേ ഉപവാസ സമരം UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മണ്ഡലത്തിലെ ഒരു CHSയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കാത്ത MLA എന്തിനാണ് നിയമസഭയിൽ പോയിരിക്കുന്നതെന്നും UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. ഇവിടെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയുള്ള നമ്മുടെ MLA, അയാൾ എന്തിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോകുന്നതാണ്? അയാളുടെ അണ്ണാക്കിൽ ബോണ്ട നൽകിയിരിക്കുകയാണോ? ഇയാൾക്ക് അവിടെ പോയി ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധി അവിടെ പോയിരിക്കുന്നത്? വാസ്തവത്തിൽ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് വേറെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അയാൾക്ക് പറ്റും, വേറെ കാര്യത്തിലൊക്കെ അയാൾക്ക് സമയമുണ്ട്. അയാൾ ചെയ്യുന്ന കാര്യത്തെ പറ്റി ഒന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടുത്തെ MLAയോട് പറയുന്നു, ഈ വണ്ടിപ്പെരിയാറിന്റെ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പിടുന്നതിന് വേണ്ടി ഇവിടെ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ MLA ആയിട്ടുള്ള ഈ
മണ്ഡലത്തിലെ ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടിപ്പെരിയാർ CHC രാജ്യ ആവശ്യത്തിന് ജീവനക്കാരെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിയമസഭയിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നില്ല? മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ PA അബ്ദുൾ റഷീദ്, ഷാജി പൈനാടത്ത്, R ഗണേശൻ, നേതാക്കളായ M ഉദയസൂര്യൻ, ഗീത നേസയ്യൻ, KS സിദ്ദിഖ്, K മാരിയപ്പൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കുഴുവമാക്കൽ, ബാബു ആൻഡപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വൈകുന്നേരം നടന്ന ഏകദിന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ PT വർഗീസ് അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മണിമേഖല ഉപവാസ സമര സമാപനം ഉദ്ഘാടനം ചെയ്തു. ഒരു സിവിൽ സർജൻ വേണം, 5 അസിസ്റ്റന്റ് സർജന്മാർ വേണം, ഒരു പീഡിയാട്രിക് വേണം, ഒരു ഗൈനക്കോളജിസ്റ്റ് വേണം. പണ്ട് അറിയാമല്ലോ, ഇവിടെയെല്ലാം പ്രസവം നടത്തി നമുക്കറിയാം. നമ്മുടെയൊക്കെ ആളുകൾ ഇവിടെ പ്രസവിച്ച് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് എല്ലാം ചെയ്ത കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള കരുത്തുള്ള നേതാക്കന്മാരുള്ള ഒരു ഭരണസമിതി, നട്ടലുള്ള ഭരണസമിതിയുള്ള കാലത്ത് ഇവിടെ ആ സംവിധാനമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഈ വാഴസ്വാമം പോലെയുള്ള വാഴസ്വാമയെ നമ്മളെ ജയിപ്പിച്ച് വിട്ടിട്ട് ഈ നിയമസഭയിൽ തന്നെ വാർത്തറക്കാൻ മേലാത്ത ഒരാള്, നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ 66 ഒരു കാട്ടുപോത്ത് ഒരു മനുഷ്യനെ വെട്ടി ഇതേ ഒരു സോമനാഥൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അയാളെ ഫോൺ വിളിച്ച സംഭാഷണം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരാളെ എന്തിനൂടെ ജയിപ്പിച്ച് എന്തിന് ഈ വണ്ടിക്കാശ് മെനക്കെട്ട് സർക്കാരിന്റെ കാശ് കബളിപ്പിച്ചുകൊണ്ട് ഇവര് നിരന്തരം തിരുവനന്തപുരത്ത് പോകുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ഏകദിന റിലേ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കും നാരങ്ങാനീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഓട്ടോ ടാക്സി യൂണിയൻ INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം തുടരും. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരത്തിനെതിരെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പ്രസ്താവന നടത്തിയ നിലവിലെ ഭരണസമിതിക്ക് CHCയെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്നും മുൻ ഭരണസമിതിയുടെ കാലത്ത് വണ്ടിപ്പെരിയാർ CHCയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലല്ലാതെ ഇപ്പോഴത്തെ ഭരണസമിതി യാതൊന്നും ചെയ്തിട്ടില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരത്തിനെതിരെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, ഡോക്ടറുടെ രാത്രികാല സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CHCക്ക് മുമ്പിൽ ആരംഭിച്ച ഏകദിന റിലേ ഉപവാസ സമരത്തിനെതിരെയും CHCയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണെന്ന പ്രസ്താവനയ്ക്കെതിരെയുമാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമരത്തെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ വസ്തുതാപരമല്ലെന്നും CHCയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമായാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ പറഞ്ഞു. ഇന്നലെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള വ്യക്തികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ വിഷുവിലൂടെ കണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് ഇവിടെ 4 ഡോക്ടർമാർ നിലവിലുണ്ടെന്നും ഏതാണ്ട് ഡോക്ടർ പകൽ നേരങ്ങളിൽ വിസിറ്റ് ചെല്ലുന്നുണ്ടെന്നൊക്കെയാണ് അവർ പത്രസമ്മേളനം നടത്തിയത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് 27-ാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യം 24 മണിക്കൂറും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണം. ഇവിടെ കിടത്തി ചികിത്സ കാലാകാലങ്ങൾ ഈ ഹോസ്പിറ്റൽ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇവിടെ കിടത്തി ചികിത്സ ഇല്ലാത്തത്. അത് പുനഃസ്ഥാപിക്കണം. ഈ 2 ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ തോട്ടം മേഖലയിൽ ജീവിക്കുന്ന തോട്ടം തൊഴിലാളികളും 15ഓളം പട്ടികജാതി കോളനികളും 4ഓളം പട്ടിക വർഗ കോളനികളും നിലവിൽ ഇവിടെയുണ്ട്. ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്ന് മറുപടി പറയാൻ വേണ്ടി 2 നേഴ്സുമാരെ രാത്രി ഇവിടെ ഡ്യൂട്ടിക്കിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയും കൂടെ പിൻവലിച്ച്
6 മണിക്ക് ശേഷം ഈ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് പൂട്ടി പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും ഡോക്ടർ ഇവിടെ വന്നതിന് ശേഷമേ ഞങ്ങൾ ഇവിടുത്തെ സമരം അവസാനിപ്പിക്കൂ. പൊതുജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഒരു ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും പത്രസമ്മേളനം നടത്തുന്നതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. വണ്ടിപ്പെരിയാർ CHSE കുറിച്ച് നിലവിലെ ഭരണസമിതിക്ക് യാതൊന്നും അറിയില്ല എന്നും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഭരണസമിതി അംഗങ്ങൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നതെന്നും DCC ജനറൽ സെക്രട്ടറിയും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷാജി പൈനാടത്ത് പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. അതിന്റെ കമാനത്തിൽ വളരെ വലിയ അക്ഷരത്തിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഭരണസമിതിയിലെ ചില ആളുകളുമൊക്കെ പറയുന്നത് ഇത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാണ്. അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധ്യമില്ല, അതിനെ സംബന്ധിച്ചുള്ള അറിവില്ല. ഇത് വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് വണ്ടിപ്പെരിയാർ CHSEയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും കോൺഗ്രസ് നേതാക്കളായ DCC പ്രസിഡന്റുമാരായ ഷാജി പൈനാടത്ത്, R ഗണേശൻ, നേതാക്കളായ രാജൻ കുഴുവമാക്കൽ, K മാരിയപ്പൻ, M ഉദയസൂര്യൻ, ഉമ്മർ, N മഹേഷ്, നജീബ് തേക്കിൻകാട്ടിൽ തുടങ്ങിയവർ പറഞ്ഞു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പീരുമേട് താലൂക്ക് ഓഫീസ് ജീവനക്കാരിയും ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ബീനാമോൾ VR നിര്യാതയായി. 49 വയസ്സായിരുന്നു. മുണ്ടക്കയം വണ്ടൻപതാൽ മുണ്ടപ്പള്ളിയിൽ കുടുംബാംഗമാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച PR സതീഷാണ് ഭർത്താവ്. മക്കൾ അഭിജിത്ത്, ആശിഷ്. സംസ്കാരം ഞായറാഴ്ച പകൽ 1 മണിക്ക് കോരത്തോടുള്ള വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ 25ാം ചരമവാർഷിക ദിനത്തിൽ സന്തോഷ് കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരം ആരംഭിച്ചു. ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം PACS അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ദീപക് നിർവഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നന്ദി പ്രകാശന യാത്രയ്ക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി, പല്ലാരിമംഗലം പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്കിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ ധർണ KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.